സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025 നടന്ന പരീക്ഷയിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക. ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. 7ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം പട്ടിക പരാമർശിക്കുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. ലോറസ് പുരസ്കാരമാണ് കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം, ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മുഴുവൻ സമയ കായിക താരമാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന കലാരൂപങ്ങൾ കേരള നടനം, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂടിയാട്ടം എന്നിവയാണ്. ഇവയ്ക്ക് നേതൃത്വം നൽകിയവരുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കേരള നടനം, ഗുരു ഗോപിനാഥ്. കേരള നടനം നേതൃത്വം നൽകിയത് ഗുരു ഗോപിനാഥ്. യക്ഷഗാനം, പാർത്തി സുബ്ബ. യക്ഷഗാനം, പാർത്തി സുബ്ബ. ചവിട്ടുനാടകം, ചിന്നത്തമ്പി പിള്ള. ചവിട്ടുനാടകം, ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം, ഗുരുമണി മാധവ ചാക്യാർ. കൂടിയാട്ടം, ഗുരുമണി മാധവ ചാക്യാർ. ലിഗ്നോസാറ്റ്, ലിഗ്നോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ലിഗ്നോസാറ്റ്. ഓപ്ഷൻ ബി ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലിഗ്നോസാറ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏത്? ലിഗ്നോസാറ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ചോദ്യം എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനും. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ആണ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ്. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാമ്പയിന്റെ പേരെന്താണ്?
തിരികെ സ്കൂളിലേക്ക്. തിരികെ സ്കൂളിലേക്ക് എന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഏതാണ്? കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ക്യാമ്പയിൻ്റെ പേര് തിരികെ സ്കൂളിലേക്ക്. അടുത്തത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട ജോലികളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഉചിതമായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയാണ്. ഗിഗ് പ്ലാറ്റ്ഫോം താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഇവ. ശരിയാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ശരിയാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. അടുത്ത ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? സിന്ധു നദിയുടെ പോഷക നദികൾ. ഓപ്ഷൻ എ ആണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. റാബി വിളയിറക്കുന്നത് നവംബർ മധ്യമാണ്. നവംബർ മധ്യം. റാബി വിളയിറക്കൽ കാലം നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. 1959 ഏത് രാജ്യത്തിൻ്റെയാണ്? ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏത്? ഓപ്ഷൻ ബി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായി. ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായോ? ഭിലായി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? സോവിയറ്റ് യൂണിയൻ്റേതാണ്. സോവിയറ്റ് യൂണിയൻ USSRന്റെ സഹായത്തോടെ സ്ഥാപിതമായതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. അതുപോലെ ദുർഗാപൂറും ഏതാണ്? യുണൈറ്റഡ് കിങ്ഡമാണ്. യുണൈറ്റഡ് കിങ്ഡം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ USSR. റൂർക്കേല ജർമ്മനി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത്?
DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നത് കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതും ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്? പറവൂരാണ്. പറവൂർ തെരഞ്ഞെടുപ്പിലാണ്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്? പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഓപ്ഷൻ ഡി ആണ്, ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ്, കുമാരഗുരുദേവൻ സമത്വ സമാജം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ശരിയാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് ശരിയാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ ശരിയാണ്. ഒന്നും കൂടി, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? അനി ബസന്റ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗരാ സംഭവമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി, ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ആര്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ്? നീതി ആയോഗ് ആണ്. നീതി ആയോഗ് നിലവിൽ വന്നത് ഏത് വർഷം എന്ന് കമന്റ് ചെയ്യുക. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. രചിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ
ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. ക്ഷേത്ര പ്രവേശന വിളംബരം 1936. 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കുവാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശം, ഇവ ഒന്നുമല്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ളത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആര്? ബാസപ്പ ധാനപ്പ ജെട്ടിയാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ബാസപ്പ ധാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 51(4). അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51(4). രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യാം എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. വിവരാവകാശ കമ്മീഷന്റെ ഘടന. വിവരാവകാശ കമ്മീഷൻ ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര്? ശ്രീ വി ഹരി നായരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി ആണ് NH 66 മുംബൈ ഗോവ. NH 66 മുംബൈ ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39(b) ആണ്. അനുച്ഛേദം 39(b). കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല? സ്ഫടികമണൽ ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ.
കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കറുത്ത മണ്ണ് കേരളത്തിൽ കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ്? വേമ്പനാട് കായൽ. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡാണ്. ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗിഫോർഡ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. വി.ടി. ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് പാലിയൻ സത്യാഗ്രഹമാണ്. പാലിയൻ സത്യാഗ്രഹം നടന്ന വർഷം 1947. ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത് 5 പ്രാവശ്യമാണ്. 1920, 1925, 1927, 1934, 37. ഈ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചും നിസ്സഹരണ സമര പ്രചാരണാർത്ഥവും ഹരിജൻ ധന സമാഹരണാർത്ഥവും എല്ലാം ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിലാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 1920 മഞ്ചേരിയിൽ നടന്നത് 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഒരേ വർഷം ജനിച്ചവർ. ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി എന്നിവർ 1863. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം. കാസർഗോഡ് ജില്ലയിൽ നടന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത. മലബാറിൽ നേതൃത്വം നൽകിയത് എ.വി. കുട്ടിമാളു അമ്മയാണ്. എ.വി. കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീരത്തുലന നില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയമാണ്. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? മഞ്ഞപ്പനി പരത്തുന്നത് വൈറസ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. പദ്ധതിയുടെ പേര് വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി. ഹൃദയം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ശബ്ദം
കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരമാധ്യമത്തിലൂടെയാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഊർജം. യൂണിറ്റ് ജൂൾ. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ജെ ജെ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജം എന്ത് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു? ശബ്ദോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ചുവടെ കൊടുത്തവയിൽ സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവ് പ്രവേഗമാണ്. സദിശ അളവ് പ്രവേഗം. ഭക്ഷ്യ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിനാണ്. ഭക്ഷ്യ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കെ. പൊട്ടാസ്യമാണ്. കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.